നമസ്കാരം. ഈ സെക്ഷനിലേക്ക് സ്വാഗതം. അൾട്രാസോണിക് ഡിവൈസ് ഹൈ ഫ്രീക്വൻസി ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ചർമ്മത്തെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനും രക്തയോട്ടം ഉത്തേജിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇത് തിളക്കവും കൂടുതൽ യുവത്വമുള്ളതുമായ ചർമ്മം പ്രദാനം ചെയ്യുന്നു. ലക്ഷ്യങ്ങൾ: ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. അൾട്രാസോണിക് ഉപകരണങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും വിവരിക്കുക. അൾട്രാസോണിക് ഉപകരണത്തിന്റെ പ്രയോജനങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ഒപ്പം അൾട്രാസോണിക് ഉപകരണം ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്ത് കാണിക്കുക. അൾട്രാസോണിക് ഫേഷ്യൽ ഉപകരണവും പ്രവർത്തനവും. അൾട്രാസോണിക് ഫേഷ്യൽ ഉപകരണം എന്താണെന്ന് ആദ്യം നോക്കാം. ഹൈ ഫ്രീക്വൻസി ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ചർമ്മത്തെ ആഴത്തിൽ ശുദ്ധീകരിക്കാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സൗന്ദര്യവർദ്ധക ഉപകരണമാണ് അൾട്രാസോണിക് ഫേഷ്യൽ ഡിവൈസ്. ഈ ഉപകരണത്തിന് ഒരു ചെറിയ പരന്ന ലോഹ സ്പാറ്റുലയുണ്ട്. അത് ചർമ്മവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അൾട്രാസോണിക് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇത് ചർമ്മകോശങ്ങൾ വൈബ്രേറ്റ് ചെയ്യാൻ ഇടയാക്കുകയും അതുമൂലം ചർമ്മത്തിലെ മൃതകോശങ്ങൾ, അഴുക്ക്, മറ്റു മാലിന്യങ്ങൾ എന്നിവ അയവുള്ളതാക്കാനും നീക്കം ചെയ്യപ്പെടാനും സഹായമാകുകയും ചെയ്യുന്നു. ക്യാവറ്റേഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ ചർമ്മസുഷിരങ്ങൾ തുറക്കാനും ചർമ്മകോശങ്ങളുടെ നാശത്തെ ചെറുത്ത് അവയെ ആരോഗ്യമുള്ളതാക്കാനും സഹായിക്കും. അൾട്രാസോണിക് ചികിത്സ കോളജന്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ചർമ്മത്തിന്റെ ഇലാസ്തികതയും ഉറപ്പും നിലനിർത്താൻ അത്യാവശ്യമാണ്. മാത്രമല്ല, ഇത് രക്തചംക്രമണത്തെയും ഉത്തേജിപ്പിക്കുകയും ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും ഘടനയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അൾട്രാസോണിക് ഫേഷ്യൽ ചികിത്സയുടെ പ്രയോജനങ്ങൾ. അൾട്രാസോണിക് ഫേഷ്യൽ ചികിത്സയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇത് സാധാരണയായി താഴെ പറയുന്ന തരത്തിലുള്ള ചർമ്മങ്ങൾക്കും ചർമ്മാവസ്ഥകൾക്കും പ്രയോജനകരമാണ്. പ്രായം ബാധിച്ച ചർമ്മം, പരുപരുത്ത ചർമ്മം, മുഖക്കുരുവിന് സാധ്യതയുള്ള ചർമ്മം, ചുളിവുകൾ, സൂര്യാഘാതം ബാധിച്ച ചർമ്മം, ഒപ്പം വരണ്ടതും നിർജ്ജലീകരണം സംഭവിച്ചതുമായ ചർമ്മം. എന്നിരുന്നാലും ഇനി പറയുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ക്ലയന്റിന് അൾട്രാസോണിക് ചികിത്സ ശുപാർശ ചെയ്യരുത്. സജീവമായ മുഖക്കുരു, റൊസേഷ്യ, ത്വക്കിൽ അണുബാധ അല്ലെങ്കിൽ മെറ്റൽ ഇംപ്ലാന്റുകൾ. നിങ്ങളുടെ ക്ലയന്റിന് ഈ അവസ്ഥകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചികിത്സയുമായി മുന്നോട്ടു പോകരുത്. അൾട്രാസോണിക് ചികിത്സയ്ക്ക് മുമ്പ് ക്ലയന്റിനെ തയ്യാറെടുപ്പിക്കുക. ക്ലയന്റിന്റെ ചർമ്മത്തെക്കുറിച്ചും അവരുടെ ആശങ്കകൾ, വിരുദ്ധാഭിപ്രായങ്ങൾ എന്നിവയെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് വിശദമായി അവരോട് സംസാരിച്ചുകൊണ്ട് ആരംഭിക്കാം. ഇത് അവർക്ക് പ്രത്യേകമായി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചികിത്സ നിശ്ചയിക്കാനും പ്രക്രിയയിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിങ്ങളെ സഹായിക്കും. സമ്മതപത്രത്തിൽ ഒപ്പിടാൻ ക്ലയന്റിനോട് ആവശ്യപ്പെടുക. അൾട്രാസോണിക് ഡിവൈസ് അണുനാശിനി ഉപയോഗിച്ച് തുടച്ച് അണുവിമുക്തമാക്കുക. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ട്രീറ്റ്മെന്റിന് തടസ്സമായേക്കാവുന്ന ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഉണ്ടെങ്കിൽ അവ മാറ്റാൻ ക്ലയന്റിനോട് ആവശ്യപ്പെടുക. ക്ലയന്റിനെ സലൂൺ ഗൗൺ ധരിപ്പിക്കുകയും ഫേഷ്യൽ ബെഡിൽ സുഖമായി കിടക്കാനും അനുവദിക്കുക. തുടർന്ന് ക്ലയന്റിനെ ഹെഡ് ബാൻഡ് ധരിപ്പിച്ച ശേഷം നിങ്ങൾക്ക് നടപടിക്രമം ആരംഭിക്കാം. അൾട്രാസോണിക് ചികിത്സയുടെ നടപടിക്രമങ്ങൾ. അൾട്രാസോണിക് ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിന് 5 അടിസ്ഥാന ഘട്ടങ്ങൾ ഉണ്ട്. അവ: ഘട്ടം 1 ചർമ്മം വൃത്തിയാക്കുക. ഘട്ടം 2 വാട്ടർ സൊല്യൂഷൻ പ്രയോഗിക്കുക. ഘട്ടം 3 അൾട്രാസോണിക് ഡിവൈസ് തയ്യാറാക്കുക. ഘട്ടം 4 തെരഞ്ഞെടുത്ത ഭാഗത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുക. ഘട്ടം 5 ചർമ്മത്തിന് വിശ്രാന്തി നൽകുക എന്നിവയാണ്. ഇനി നമുക്ക് ഓരോ ഘട്ടവും വിശദമായി നോക്കാം. ക്ലയന്റിന്റെ മുഖത്തെ മേക്കപ്പും എണ്ണമയവും ക്ലെൻസിംഗ് മിൽക്ക് ഉപയോഗിച്ച് വൃത്തിയാക്കിക്കൊണ്ട് ആരംഭിക്കുക. ചെറു ചൂടുള്ള വെള്ളത്തിൽ നനച്ച ഒരു ഫേഷ്യൽ സ്പോഞ്ച് ഉപയോഗിച്ച് ക്ലയന്റിന്റെ മുഖം കഴുകിയതിനു ശേഷം ക്ലെൻസർ ഉപയോഗിക്കുക. ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകുന്നതിന് മുമ്പ് നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ മസാജ് ചെയ്യുക. ഇത് ചർമ്മത്തിൽ നിന്ന് അഴുക്ക്, എണ്ണമയം, മേക്കപ്പ് എന്നിവ നീക്കം ചെയ്യുകയും
അൾട്രാസോണിക് ചികിത്സയ്ക്കായി തയ്യാറാക്കുകയും ചെയ്യും. ഒരു ചെറിയ ബൗളിലോ പാത്രത്തിലോ ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളം നിറയ്ക്കുക. കൂടുതൽ പ്രയോജനം കിട്ടാൻ നിങ്ങൾക്ക് കറ്റാർവാഴയുടെ ജെൽ, റോസ് വാട്ടർ എന്നിവ പോലുള്ള പ്രത്യേക ചർമ്മ സംരക്ഷണ വസ്തുക്കളും ചേർക്കാവുന്നതാണ്. ശേഷം സൊല്യൂഷൻ നന്നായി ഇളക്കുക. ഈ സൊല്യൂഷനിൽ ഒരു വൃത്തിയുള്ള സ്പോഞ്ച് മുക്കി പിഴിഞ്ഞെടുക്കുക. സ്പോഞ്ചിൽ നിന്നും വെള്ളം ഇറ്റുവീഴുന്നില്ലെന്ന് ഉറപ്പാക്കുക. ശേഷം ഈ സ്പോഞ്ച് ഉപയോഗിച്ച് മൃദുവായി വൃത്താകൃതിയിലുള്ള ചലനങ്ങളിലൂടെ മുഖചർമ്മത്തിലുടനീളം ഒരേ അളവിൽ സൊല്യൂഷൻ പുരട്ടുക. ഇത് ചർമ്മത്തിലെ മൃതകോശങ്ങളെ അയവുള്ളതാക്കാനും അൾട്രാസോണിക് ഉപകരണത്തിൽ നിന്നുള്ള ശബ്ദതരംഗങ്ങൾ ചർമ്മത്തിലേക്ക് കടക്കാനും സഹായിക്കും. ഓരോ അൾട്രാസോണിക് ഉപകരണത്തിനും അതിൻ്റേതായ പ്രത്യേക ക്രമീകരണങ്ങളും പ്രവർത്തിപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായിരിക്കും. ഉപകരണം എങ്ങനെ ശരിയായി തയ്യാറാക്കാമെന്നും പ്രവർത്തിപ്പിക്കാമെന്നും മനസ്സിലാക്കാൻ നിർമ്മാതാവ് നൽകുന്ന മാനുവൽ ശ്രദ്ധാപൂർവം വായിക്കേണ്ടത് പ്രധാനമാണ്. ഉപകരണം ഒരു വൈദ്യുത സോക്കറ്റിലേക്ക് ശരിയായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് പവർ ബട്ടൺ അല്ലെങ്കിൽ സ്വിച്ച് ഉപയോഗിച്ച് അത് ഓണാക്കുക. ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനു മുമ്പ് ചാർജ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ളവയുടെ ബാറ്ററി വേണ്ടത്ര ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. വിവിധ ചികിത്സകൾക്കായി ചില അൾട്രാസോണിക് ഉപകരണങ്ങളിൽ വ്യത്യസ്ത സെറ്റിംഗുകൾ ഉണ്ടാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചികിത്സയ്ക്ക് അനുയോജ്യമായ സെറ്റിംഗ് തിരഞ്ഞെടുക്കുക. നമുക്ക് അൾട്രാസോണിക് ഉപകരണങ്ങളിലെ തീവ്രത ക്രമീകരിക്കാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞ തീവ്രതയിൽ തുടങ്ങി ആവശ്യമെങ്കിൽ ക്രമേണ തീവ്രത വർദ്ധിപ്പിക്കുക. സ്പാറ്റുല 45 ഡിഗ്രി ആംഗിളിൽ പിടിക്കുക. അത് ജെല്ലുമായും ചർമ്മവുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ക്ലയന്റിന്റെ ചർമ്മത്തിനു മുകളിലൂടെ മൃദുവായി നീക്കുക. ക്ലയന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ആവശ്യാനുസരണം ഇതിന്റെ വേഗതയും മർദ്ദവും ക്രമീകരിക്കുക. ഒരു പൊടിക്കൈ. ക്ലയന്റിന് അസ്വസ്ഥതയോ ചൊറിച്ചിലോ ഉണ്ടാകാതിരിക്കാൻ ഉപകരണം ചലിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കുക. മൃദുലമായ ഭാഗങ്ങൾ ഒഴിവാക്കുക, പ്രത്യേകിച്ച് കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗം. കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗമുണ്ടെങ്കിൽ ചികിത്സയ്ക്കിടെ ആ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ പുതിയ കോശങ്ങളിൽ ഈർപ്പം കൊടുക്കുന്നതിനായി വാട്ടർ സൊല്യൂഷൻ ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ചർമ്മത്തിൽ കേടുപാടുകൾക്കും ചൊറിച്ചിലിനും ഇടയാക്കിയേക്കും എന്നതിനാൽ അമിതമായി ട്രീറ്റ് ചെയ്യരുത്. ചികിത്സ പൂർത്തിയായി കഴിഞ്ഞാൽ ഉപകരണം ഓഫാക്കി വൃത്തിയുള്ള നനഞ്ഞ തുണി ഉപയോഗിച്ച് ചർമ്മത്തിൽ അധികമുള്ള വാട്ടർ സൊല്യൂഷൻ സാവധാനം നീക്കം ചെയ്യുക. ചെറു ചൂടുള്ള വെള്ളത്തിൽ മുക്കിയ ഫേഷ്യൽ സ്പോഞ്ച് ഉപയോഗിച്ച് മുഖം കഴുകുക. ക്ലയന്റിന്റെ മുഖത്ത് കോട്ടൺ പാഡ് ഉപയോഗിച്ച് ഫേഷ്യൽ ലോഷൻ പുരട്ടുക. തുടർന്ന് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് ഉണക്കുക. ഒടുവിൽ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് ചർമ്മത്തിന് സാന്ത്വനം കൊടുക്കുക. ഉപയോഗശേഷം അൾട്രാസോണിക് ഡിവൈസ് അണുനാശിനി ഉപയോഗിച്ച് തുടച്ച് അണുവിമുക്തമാക്കാൻ മറക്കരുത്. ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. അൾട്രാസോണിക് ഡിവൈസും അതിൻ്റെ പ്രവർത്തനങ്ങളും, അൾട്രാസോണിക് ഡിവൈസിന്റെ പ്രയോജനങ്ങൾ, അൾട്രാസോണിക് ഡിവൈസ് ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്ത് കാണിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.